ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും സിമ്പിളായിട്ടൊരു വാൾ ഹാങ് ഉണ്ടാക്കിയാലോ? അതിൽ നമുക്ക് ഒരു ഡ്രോയിങ്ങും ഒരു പെയിൻറ്റിങ്ങും ഒന്നും വരുന്നില്ല കേട്ടോ. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിൻ്റെ ഈ ഒരു കവർ പേജും പിന്നെ നമുക്ക് വേണ്ടതൊരു CD ആണ്. വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു നോട്ട്ബുക്കിൻ്റെ കവർ പേജിലേക്ക് CD യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. CDക്ക് പകരം നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ബോർഡോ ചെറിയ കേക്ക് ബോർഡ് ആയിരിക്കണം കേട്ടോ, അതല്ലെങ്കിൽ കാർഡ്ബോർഡോ യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാൾ ഹാങ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിരിക്കും കേട്ടോ. നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ CDയുടെ ആ ഒരു പരിവരുത്ത ഭാഗം ഉണ്ടാവുമല്ലോ, ഗ്ലിറ്ററിങ് പോർഷൻ അല്ല, ഓപ്പോസിറ്റ് പോർഷനിൽ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയുള്ള പരിപാടി. നല്ല സിമ്പിളല്ലേ? ഒരു പെയിൻറ്റിങ്ങും ഒരു ഡ്രോയിങ്ങും ഒന്നും ആവശ്യം വന്നിട്ടില്ല. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി ത്രെഡാണ് കേട്ടോ. ബ്ലൂ കളറിലുള്ള ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ആവശ്യത്തിന് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം വുളൻ ത്രെഡ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ ക്രോഷ്യോ വർക്കൊക്കെ ചെയ്യില്ലേ, ആ ഒരു ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ആ ഒരു ത്രെഡാണെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യേണ്ട, ഒറ്റ ത്രെഡിൽ തന്നെ നമുക്ക് ഇതുപോലെ നോട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു നോട്ടും കൂടി ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡ് ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം നോട്ടിട്ട് കൊടുത്തത്. നെക്സ്റ്റ് കുറച്ച് ഗ്യാപ്പ് ഇതുപോലെ കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ 2 നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വുളൻ ത്രെഡ് ആണെങ്കിൽ ഒറ്റ നോട്ടിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ 2 നോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? ഇനി ഇതുപോലെ ഈ ഒരു ത്രെഡ് തീരുന്നത് വരെയും ഇത്രയും ഒരു ഗ്യാപ്പ് ഡിസ്റ്റൻസിൽ ഇതുപോലെ 2 നോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു ത്രെഡ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് കയറ്റാം കേട്ടോ. കുഞ്ഞു കുഞ്ഞ് വൈറ്റ് കളറുള്ള ബീഡ്സ് കയറ്റിയാലും നല്ലതായിരിക്കും. നെക്സ്റ്റ് ഈ ഒരു ത്രെഡ് കറക്റ്റ് ലെവൽ ചെയ്ത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു CDയുടെ ചുറ്റിനും നമുക്ക് വുളൻ ത്രെഡോ അല്ലെങ്കിൽ ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡ് തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചുറ്റി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഗം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്യുക. അതിന് മുകളിലായിട്ട് ആ ഒരു കറക്റ്റ് ലെവലിൽ കണ്ടില്ലേ, ഇതുപോലെ ത്രെഡ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നതായിരിക്കും. എംബ്രോയ്ഡറി ത്രെഡിനേക്കാളും കുറച്ചും കൂടി ഭംഗി വുളൻ ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു ത്രെഡ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ലുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ഈ ഒരു CDക്ക് ഒരു ബോർഡർ ഇമേജ് കിട്ടുന്നതായിരിക്കും. വുളൻ ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയായിരിക്കും. നെക്സ്റ്റ് നമുക്കിതുപോലെ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും കുറച്ച് ഗ്ലൂ ഒന്ന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ലെവലിലിരിക്കും. കണ്ടില്ലേ? ഇപ്പോൾ നമ്മുടെ CDക്ക് ചുറ്റും ആ ഒരു പെർഫെക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഹാങ് ചെയ്യാനുള്ള ത്രെഡ് എടുക്കാം കേട്ടോ. ആ ത്രെഡ് എടുത്തിട്ട് ഫസ്റ്റ് ആ ഒരു ത്രെഡ് രണ്ടും തമ്മിൽ ഇതുപോലെ ഒന്ന് ഗം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു നോട്ട്ബുക്കിൻ്റെ കവർ പേജിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വാൾ ഹാങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലും സിമ്പിളായിട്ടുള്ള വാൾ ഹാങ് നമുക്ക് ഉണ്ടാക്കാനേ പറ്റില്ല കേട്ടോ. അത്ര സിമ്പിളാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് സ്വയം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് റൈറ്റിങ്സ് ഒക്കെ എഴുതാം കേട്ടോ. ബീച്ച് വൈബ്സ് അങ്ങനെ എന്ത് റൈറ്റിങ്സ് വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും കമൻസും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റുകളും ആർട്ടുകളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.